ഹായ് ഹലോ നമസ്കാരം. LP UP എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ UP സ്കൂൾ ടീച്ചറിൻ്റെ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്ലാസ്സാണ് തുടങ്ങുന്നത്. ഒന്നാമത്തെ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, പോയിട്ട് കാണേണ്ടതാണ്. രണ്ടാമത്തെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ ക്ലാസ്സാണ് ഇത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമേത്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത് കലാപമാണടാ? കുറിച്യാർ കലാപമാണ്. ഏതാണ്? കുറിച്യാർ കലാപമാണെന്ത്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി നടത്തിയ കലാപം. കുറിച്യാർ കലാപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1812 കുറിച്യാർ കലാപം നടന്നത്. ആരാണ് നേതൃത്വം നൽകിയത്? നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ആരാണ്? രാമനമ്പിയാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണെന്ത്? കുറിച്യാർ കലാപം. അത് മറക്കരുത്. 1812 മാർച്ച് വയനാട് ജില്ലയിലാണ് രാമനമ്പിയാണ് ഇതിനെ കുറിച്യാർ കലാപത്തിന് നേതൃത്വം നൽകിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ് എന്തിൻ്റെ സ്ഥാപകനെ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്ന് പറയപ്പെടുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് എന്ത് ചെയ്യുന്നത്? ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ചത് 1936. ഇവിടെ നോട്ട് ചെയ്തോ, 1936. 1936 നവംബറിൽ ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, ഇനി പറയാനുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. എന്താണ്? ഓപ്ഷൻ എയിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്ന ആവശ്യപ്രകാരം KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 കാലഘട്ടം മുതൽ 1932 വരെ നടന്ന കാലഘട്ടം വരെ നടന്ന ഒരു സത്യാഗ്രഹമാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? കേളപ്പൻ, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ എന്നിവരാണെന്ത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതിൻ്റെ ഡേറ്റ് ഓർത്തോ, 1931. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മലയാളി മെമ്മോറിയൽ ആണടാ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാണ്? GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ചോദിക്കുകയാണെങ്കിൽ 1891. 891 ജനുവരി 1 അത് മറക്കരുത്. എന്തായിരുന്നു ഈ മലയാളി മെമ്മോറിയൽ? അത് ശ്രീ നിവേദനം കൊടുത്തതാണ്. എത്ര പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്? 10,028. ഈ പറയുന്ന പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ചതായിരുന്നു എന്ത്? മലയാളി മെമ്മോറിയൽ. ഇതിലെന്താണ് പറഞ്ഞത്? തിരുവിതാംകൂറുകാർക്ക് എന്ത് ചെയ്യണം? ഉന്നത ജോലികളിൽ തിരുവിതാംകൂറുകാരെ പരിഗണിക്കണം. വിദേശ ബ്രാഹ്മണന്മാരെ ഇതിലോട്ട് എന്ത് ചെയ്യരുത്? അധികാരം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തിരുവിതാംകൂറുകാരെ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർ എന്നുള്ള ഒരു പരിപാടിയായിരുന്നു എന്ത്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? GP പിള്ളയാണ്. എത്ര പേരാ ഒപ്പിട്ടതെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തോ. ഓക്കെ, മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചൊരു വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ KP ശങ്കരമേനോനാണ്. KP ശങ്കരമേനോനാണ് ആദ്യമായി മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത്. മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു ആണ്. ഒന്നാമത് ഒപ്പിട്ടത് KP ശങ്കരമേനോൻ, മൂന്നാമതായിട്ട് ഒപ്പിട്ടത് പൽപ്പു ആണ്.
നമുക്കിനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി എന്താണ്? ഈഴവ മെമ്മോറിയൽ ആണ്. ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈഴവ മെമ്മോറിയൽ സ്ഥാപിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3-നാണ് എന്ത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയലിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പൽപ്പു ആണെന്ത് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നും അറിയപ്പെട്ട വ്യക്തി ആരാണെന്ന് ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണതാ? ഡോക്ടർ പൽപ്പു ആണ്. മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ ശങ്കരയ്യ സുബയ്യയാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കേഴ്സൺ പ്രഭുവിനാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈഴവ മെമ്മോറിയൽ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾ കൃത്യമായിട്ടുണ്ടാക്കണം. ക്ഷേത്ര പ്രവേശന വിളംബരമാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് കൊച്ചി പ്രജാമണ്ഡലം സ്ഥാപിച്ചത്? VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് AO ഹ്യൂം എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് AO ഹ്യൂം അല്ല. ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ WC ബനർജിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. ശരിയാണ്. 1885 ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. അടുത്ത പോയിന്റ് നോക്കാം. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് മുംബൈയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ്. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു. ഇത് തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഏതാടാ? നമ്മുടെ ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എന്തൊക്കെയാണ് പറയുന്നത്? ഓപ്ഷൻ ഡി ആകുമ്പോൾ 1885 ഡിസംബറിലാണ് സ്ഥാപിതമായതെന്നും അതുപോലെ തന്നെ മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നതെന്ന് മാത്രമാണ് ശരി. ഓക്കെ, കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്. 1885 ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AO ഹ്യൂമാണ്. ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്. ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്ന അഭിസംബോധനം ചെയ്ത വ്യക്തി, ആദ്യ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധനം ചെയ്ത വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറിയാണ് AO ഹ്യൂം. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബനർജി. ഇത് മറക്കരുത്, കാരണം സ്ഥാപകനാവുമല്ലോ പ്രസിഡന്റ് എന്നുള്ളൊരു മൈൻഡൊക്കെ വന്നു പോകും. AO ഹ്യൂമിനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി പഠിച്ചപ്പോൾ AO ഹ്യൂമാണ് സ്ഥാപനം. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആദ്യത്തെ ആൾ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് AO ഹ്യൂം ആയിട്ട് തോന്നും. AO ഹ്യൂം അല്ല, ആദ്യത്തെ സെക്രട്ടറിയാണ് AO ഹ്യൂം. ആദ്യത്തെ പ്രസിഡന്റ് WC ബനർജിയാണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ 2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി 2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബനർജി. ഏതൊക്കെ വർഷം? 1885 1892 WC ബനർജി എന്തായിട്ടുള്ളത്? പ്രസിഡന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെയാണ്. പൂനെയിൽ നിന്ന് പിന്നീട് അത് എങ്ങോട്ട് മാറ്റി? മുംബൈയിലോട്ട് മാറ്റി. മുംബൈയിൽ എവിടെ? ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചായിരുന്നു ആദ്യ സ്ഥാപക സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് മാറ്റാനുണ്ടായ കാരണം എന്താണ്? പ്ലേഗ് എന്ന പകർച്ചവ്യാധി മൂലമാണ് പൂനെയിൽ നിന്നും അത് എങ്ങോട്ട് മാറ്റിയത്? മുംബൈയിലോട്ട് മാറ്റിയത്. അതുപോലെ തന്നെ
ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ചോദിക്കും ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണെന്ന് ചോദിക്കും. ആരാടാ? ബാരിസ്റ്റർ GP പിള്ളയാണ് ആ മലയാളി. അതും മറക്കരുത്. ഇത്രയും പോയിന്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ മറക്കാതെ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് എന്തായാലും ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? മഹാസ്നാനഘട്ടം ഉദ്ഖനനം ചെയ്ത സ്ഥലം ഏതാ? മഹാസ്നാനഘട്ടം ഉദ്ഖനനം ചെയ്ത സ്ഥലമാണ് ചോദിക്കുന്നത്. ലോത്താൽ, മോഹൻജദാരോ, കാലിംബഗാൻ, ചൻഹുദാരോ? ഏതാടാ? ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ, മോഹൻജദാരോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി വന്നതാണ്? കൺഫ്യൂഷനിസം എന്താണ്? ചൈനീസ് സംസ്കാരവുമായി വന്നതാണ്. നമുക്കറിയാം ചൈനയിലെ ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ഒരേപോലെ തോന്നുന്ന ആളുകളാണ് ചൈനയിൽ. ഇതൊക്കെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആണല്ലോ എന്നുള്ളൊരു മൈൻഡ് വരും. അപ്പോൾ കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ് നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരായിരുന്നു എന്നാടാ? ഓപ്ഷൻ D, ഭഗത് സിംഗ് ആണത് നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെ ഭഗത് സിംഗ് ജനിച്ചത് എവിടെയെന്ന് ചോദിക്കും. ലയൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിൽ 1907 ഇന്നത്തെ പാകിസ്ഥാനിലായിരുന്നു ആര് ജനിച്ചത്? ഭഗത് സിംഗ് ജനിച്ചത്. ഭഗത് സിംഗ് ജനിച്ച സ്ഥലം ലയൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിലായിരുന്നു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗ് ആണ്. എൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിൻ്റെ ഏറ്റവും അധികം സ്വാധീനിച്ച വിപ്ലവകാരി കർത്താർ സിംഗ് സരഭ എന്ന ആളായിരുന്നു. ഭഗത് സിംഗ് അംഗമായിരുന്ന സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് ബോംബെറിഞ്ഞ പോരാളികൾ 1929 ഏപ്രിൽ ഭഗത് സിംഗും അതുപോലെ തന്നെ ബതുകേശൻ ദത്തുമായിരുന്നു. അങ്ങനെയുള്ള ഇത്തരം പോയിന്റുകളൊക്കെ ഭഗത് സിംഗിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറുതായിട്ടൊന്ന് ഓർത്തിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹോമി ജഹാംഗീർ ഭാഭ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരുവിലാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാടാ? ബാംഗ്ലൂരിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടിയുടെ വേറൊരു വകുപ്പും കൂടെ ഉണ്ടല്ലോ. ഏതാണത്? വിദ്യാഭ്യാസം അല്ലേ? പൊതുവിദ്യാഭ്യാസം എന്ന വകുപ്പും കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടിയാണ്. ഇവിടെ മറക്കരുത്, പൊതുവിദ്യാഭ്യാസം വി ശിവൻകുട്ടി. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ആരാണ്? ബിന്ദു ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ഇത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത് എന്ന് ചോദിക്കുന്നു. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ് അതിൻ്റെ ആൻസർ. പരോക്ഷ തിരഞ്ഞെടുപ്പ്, അതായത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ഏതാണ് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാതെ ഇൻഡയറക്റ്റായിട്ട് വിജയിക്കുന്ന അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയാണ് രാജ്യസഭാ അംഗം. ആരാടാ? രാജ്യസഭാ അംഗം. ഗ്രാമപഞ്ചായത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നാട്ടുകാർ വോട്ട് ചെയ്യുന്നുണ്ട്, നിയമസഭയ്ക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്, ലോക്സഭ ഇലക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ MLA ഇലക്ഷനൊക്കെ ഇതിലൊക്കെ നാട്ടുകാരായിട്ടുള്ള നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കുന്നത്. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ഈ ആളുകളെല്ലാം. പക്ഷേ രാജ്യസഭാ അംഗത്തെ ഇൻഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 14, വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? 3 സംസ്ഥാനങ്ങളിലാണ് വിന്ധ്യ പർവ്വതം സ്ഥിതി ചെയ്ത് കിടക്കുന്നത്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശാണ്. എങ്കിൽ ഈ ഒരു പർവ്വത നിരകളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വത നിരകളാണ് എന്ത്? വിന്ധ്യ പർവ്വത നിരകൾ. വിന്ധ്യ പർവ്വത നിരകൾ എന്താണ്? ഇന്ത്യയെ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയുമായിട്ട് കമ്പയർ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന പർവ്വത നിരയാണെന്ത്? ഈ വിന്ധ്യ പർവ്വത നിരകൾ. അത് മറന്നു പോകരുത്. അപ്പോൾ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇങ്ങനെ കിടക്കുന്ന വിന്ധ്യ പർവ്വത നിരകളാണ് വടക്കേ ഇന്ത്യയായിട്ടും തെക്കേ ഇന്ത്യയായിട്ടും സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഞാൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജാവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണെന്നാണ് നമ്മൾ എടുത്ത് വെച്ചത്. ഇന്ത്യൻ പ്രദേശമായ ആൻഡമാനിലാണ് എന്താ ഇതിൻ്റെ അനുമാനം? ആൻഡമാനിലാണ് എന്ത്? ജാർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമാണ് എന്ത്? നോളജ് എക്കണോമി അടിസ്ഥാനമായി കിടക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയാണ്? ജുവനൈൽ കോടതി കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോടതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18, സ്വതന്ത്ര ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം? 1000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം 1954. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സ്വതന്ത്ര ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000 രൂപ നോട്ട് പുറത്തിറക്കിയ വർഷം ഏത് വർഷത്താണ്? 1954. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ അനുച്ഛേദം 326 വരുത്തിയ ഭേദഗതിയാണ് 61ാം ഭേദഗതി. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 വയസ്സാക്കിയത് ഏത് വർഷം എന്നാണ് ചോദിച്ചത്. ഏത് വർഷത്താണ്? 1989 326 വരുത്തിയ 61ാം ഭേദഗതി ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 20 നിന്നും 18 വയസ്സാക്കി. അത് ഏത് വർഷമായിരുന്നു? 1989. ബാക്കിയുള്ള സയൻസ്, സൈക്കോളജി ക്ലാസ്സുകൾ നമുക്ക് തുടർന്ന് നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് ഇത്ര മതി. ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൻ്റെ സബ് ഓപ്ഷൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പോവുക. കൃത്യമായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും നമുക്കിതുപോലെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് ഓരോ ദിവസങ്ങളിലായിട്ടും വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളും പങ്കാളിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.